പൂവാറിനെ പറ്റിയാണ് ഞങ്ങൾ വീണ്ടും പറയുന്നത്. ചില സാധ്യതകൾ അവിടെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. കേരളത്തിൽ രണ്ടാമത്തെ കപ്പൽ നിർമ്മാണശാല കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ആദ്യത്തേത്. രണ്ടാമത് പൂവാറിൽ വരാനുള്ള സാഹചര്യങ്ങൾ കേരള സർക്കാരും അതിനകത്ത് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അക്കാര്യം സൂചിപ്പിച്ചു. തെക്കൻ കേരളത്തിൽ ഷിപ്പ്യാർഡ് നിർമ്മിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ധനമന്ത്രി ബജറ്റിൽ പറഞ്ഞ കാര്യമാണ്. അതിന് പൂവാറെന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തർക്കം, നമ്മൾ ഈ തർക്കം മാത്രമേ ഉള്ളൂ. വികസനം വേണോ തർക്കം വേണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. 1,00,000 കോടിയിലധികം രൂപ അതിൽ നിക്ഷേപിക്കണം. 1,00,000 കോടിയിലധികം രൂപ. നമുക്കറിയാം, പ്രവാസി മലയാളികൾ കേരളത്തിലേക്ക് ഒരു വർഷം അയക്കുന്നത് ഏതാണ്ട് 1,50,000 കോടി രൂപയോളം അയക്കുന്നുണ്ട് ബാങ്കുകൾ വഴി. അപ്പം ചുരുക്കി പറഞ്ഞാൽ പ്രവാസികൾ, ലോകത്ത് മുഴുവനുള്ള പ്രവാസി മലയാളികൾ നാട്ടിലേക്ക് അയക്കുന്ന പൈസ തന്നെ വേണ്ടിവരും ഒരു ഷിപ്പ്യാർഡ് പൂവാറ് നിർമ്മിക്കാൻ. അത്ര എളുപ്പമല്ല. ഇപ്പം ധനമന്ത്രി ബജറ്റിൽ പറഞ്ഞാലും പൂവാറിൽ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കണമെങ്കിൽ കപ്പൽ നിർമ്മാണം, പുതിയ കപ്പൽ നിർമ്മാണം, പഴയ കപ്പലുകൾ പൊളിച്ചിട്ട് അതിനെ പുനരുദ്ധരിച്ചിട്ടുള്ള നിർമ്മാണങ്ങൾ, കാര്യങ്ങൾ. അപ്പം അത് കേരള സർക്കാർ മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇത്രയും ഭീമമായ തുക അവിടെ നിക്ഷേപിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ വേണം. PPP പ്രോജക്റ്റായിട്ട് പ്രൈവറ്റ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് വരണം. അങ്ങനെ പല പദ്ധതികൾ അതിനകത്ത് ആലോചിക്കേണ്ടി വരും. ഇപ്പോൾ വിഴിഞ്ഞം കോൺക്ലേവ് നടന്ന് അവിടെ മെസ്കിൻ്റെ MSCയുടെ ഒക്കെ പ്രതിനിധികൾ പങ്കെടുത്തു. ലോകത്തുനിന്ന് 300-ഓളം പേര് വന്ന് വിഴിഞ്ഞം കോൺക്ലേവിൽ പങ്കെടുത്തു. അടുത്ത ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് കൊച്ചിയിൽ നടക്കുന്ന ഈ മാസം. അപ്പോൾ അവിടെ ചില ധാരണാപത്രങ്ങളൊക്കെ ഒപ്പിടാൻ ഒരുപക്ഷെ സാധിക്കും. നമുക്ക് പ്രതീക്ഷ വേണം. അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കേരളത്തിലൊരു വികസനം ഉണ്ടാവാൻ പോണില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായിട്ട് വരിഞ്ഞു മുറുക്കുന്നതിൻ്റെ കണക്കുകളൊക്കെ നമുക്കറിയാം. വയനാട് ഉൾപ്പെടെ പല പദ്ധതികളുടെയും കാര്യത്തിൽ, വിഴിഞ്ഞത്തിൽ ഉൾപ്പെടെ. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ വേണം, നിക്ഷേപകർ വരണം. അല്ലെ ജനങ്ങളിൽ നിന്ന് പൈസ പിരിക്കണം. ജനങ്ങളിൽ നിന്ന് പിരിക്കുന്നതിന് പരിമിതിയുണ്ട്. ഈ 1,00,000 കോടി രൂപയൊക്കെ സമാഹരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെ ഒന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വം അതിൻ്റെ അകത്ത് വേണം. അതുപോലെ കേരള സർക്കാർ അതിൽ പങ്കാളിയാവണം. പിന്നെ നിക്ഷേപകരെ കൊണ്ടുവരണം. അങ്ങനെയൊക്കെ വന്നെങ്കിലേ ഒരു കപ്പൽശാല നിർമ്മിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇത് ചെറിയൊരു കാര്യമൊന്നുമല്ല. എന്തേ തുടങ്ങാത്തത്, എന്തേ പ്രഖ്യാപിച്ച നടപ്പാക്കാൻ പറ്റുമോ? നമുക്ക് യാഥാർത്ഥ്യ ബോധം നമുക്ക് വേണ്ടേ? അപ്പോൾ 24 മീറ്ററിലധികം ആഴം പൂവാറ് കടൽ തീരത്തിനുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡും മുംബൈ പോർട്ട് ട്രസ്റ്റും കൂടി 2008 പഠനം നടത്തി. ഞങ്ങളൊരു മുൻ വീഡിയോയിൽ പറഞ്ഞു, ആവർത്തിക്കുന്നില്ല, അതായത് സൂചിപ്പിക്കുകയാണ്. 2008 പഠനം നടത്തിയിട്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായിട്ട് കണ്ടെത്തിയത് പൂവാറാണ്. ഇപ്പൊ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയിൽ എന്താണ്? 5 ക്ലസ്റ്ററുകൾ, മാരിടൈം ക്ലസ്റ്റേഴ്സ് രൂപീകരിക്കുന്നു കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ. അത് കടൽ തീരമുള്ള കേരളം, ആന്ധ്ര, തമിഴ്നാട് ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ മാരിടൈം ക്ലസ്റ്റർ രൂപീകരിക്കാൻ കേന്ദ്രം മുന്നോട്ട് വന്നിട്ടുണ്ട്. കേരളം ഇപ്പം അതിനോട് അനുകൂലമായിട്ട് പ്രതികരിച്ചതാണ് ആ ബജറ്റിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണമെങ്കിൽ കേന്ദ്രവും കേരളവും വിചാരിക്കണം, കേരള സർക്കാരും കേന്ദ്ര സർക്കാരും വിചാരിക്കണം, നിക്ഷേപകരെ കൊണ്ടുവരണം. ഇപ്പം എന്താ ഈ ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ചില വിലങ്ങ് തടിയുണ്ട്. അത് നമ്മൾ കാണണ്ടേ? 3000 ഏക്കർ വേണമെന്നാണ് ക്ലസ്റ്ററിന്. വിഴിഞ്ഞത്ത് സർക്കാരിൻ്റെ നേരിട്ടുള്ള ഉടമസ്ഥതയിൽ ആകെ 100 ഏക്കറേ ഉള്ളൂ. പിന്നെ തട്ടിക്കുട്ടിയൊക്കെ ഒരു 1000 ഏക്കർ വരെ ഏറ്റെടുക്കാം. പക്ഷെ 3000 ഏക്കർ എങ്ങനെയാണ് പൂവാറിൽ ഏറ്റെടുക്കുക? യാഥാർത്ഥ്യബോധം ഇല്ലാതെ നമ്മൾ സംസാരിച്ചിട്ട് അർത്ഥമുണ്ടോ? അപ്പോൾ കരയിലും കടലിലേക്കും ഡ്രൈ ഡോക്ക് ഉണ്ടാക്കിയിട്ട് അവിടെ കപ്പൽ നിർമ്മാണം, കപ്പൽ പൊളിക്കലും ഒക്കെയുള്ള ഒരു വലിയ സ്കീമിലേക്ക് പോകേണ്ടി വരും. ഒരു വൻകിട പദ്ധതി. വിഴിഞ്ഞത്തെക്കാൾ വലിയ, വിഴിഞ്ഞത്തിനകത്ത് എത്ര കോടിയാ ഇൻവെസ്റ്റ്മെന്റ്? ഇപ്പം 8,000 കോടി. ഇനി അദാനി 10,000 കോടി. ആകെ 18,000 കോടിയല്ലേ ഉള്ളൂ.
ഇത് 1,00,000 കോടിയിലധികം രൂപ വേണം പൂവാറിൽ കപ്പൽശാല ഉണ്ടാക്കാൻ വേണ്ടി, കപ്പൽ നിർമ്മാണ കേന്ദ്രം ഉണ്ടാക്കാൻ വേണ്ടി. അതൊരു ഒരു ചെറിയ സംസ്ഥാനത്തിന് മാത്രം, കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്ന ഒരു കേരള സർക്കാരിന് മാത്രം അതിൽ പണം കണ്ടെത്താൻ പറ്റുമോ? നടക്കില്ല. അപ്പൊ അതുകൊണ്ട് കേന്ദ്രം, കേരളം, സ്വകാര്യ നിക്ഷേപകരും ഒക്കെ വന്നിട്ട് ഇത് മുന്നോട്ട് പോയെങ്കിൽ ഇത് യാഥാർത്ഥ്യമാവുള്ളൂ. അപ്പൊ ഈ 3000 ഏക്കർ ഏറ്റെടുക്കുന്നതിനകത്ത് ഇളവ് വേണ്ടി വരും. ഇപ്പൊ ദേശീയപാത വികസനം, ഇന്ത്യ മുഴുവൻ വികസിപ്പിക്കുന്ന ദേശീയപാത വികസിപ്പിക്കാൻ കേരളത്തിൽ എന്തുകൊണ്ട് വീതി കുറഞ്ഞ ദേശീയപാത വികസനം വരുന്നു? അത് ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിൽ ഒരു വലിയ പ്രശ്നമാണ് ഏത് പ്രോജക്റ്റിനും. ഇന്ത്യയിൽ ഏറ്റവും ഡെൻസിറ്റി ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതായത് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ, ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വസിക്കുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഒരു പ്രോജക്റ്റിന് നമുക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് പരിമിതികളുണ്ട്. അപ്പൊ എന്താ വേണ്ടത്? കേന്ദ്രം കേരളത്തിന്റെ കാര്യത്തിൽ ഇളവുകൾ തരണം. ദേശീയപാതയുടെ കാര്യത്തിൽ ഇളവ് തന്നല്ലോ, അതേപോലെ ഇളവുകൾ കേന്ദ്രം തരണം. കപ്പൽശാലയ്ക്ക് പൂവാറിൽ 3000 ഏക്കർ വേണമെന്നുള്ളത് നിബന്ധന, അതിൽ നിന്ന് പിന്മാറേണ്ടി വരും കേന്ദ്ര സർക്കാർ. കുറച്ചുകൂടി കൺസെഷൻ കൊടുക്കണം കേരളത്തിന്, എങ്കിലേ കേരളത്തിന് അവിടെ ഭൂമി കണ്ടെത്താൻ സാധിക്കും. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്, അല്ലാതെ വന്നിരുന്ന് ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ കപ്പൽശാല, നിർമ്മാണശാല പൂവാറിൽ വരാനുള്ള ഒരു വെള്ളിരേഖ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കേരളം സഹകരിക്കുന്നു, കേന്ദ്രം സഹകരിക്കുന്നു. പക്ഷെ അത് മാത്രം പോരാ. അല്ലെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ പൂവാറിൽ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കാൻ കഴിയത്തുള്ളൂ. ഇത്രയും അനുകൂലമായ ഒരു സ്ഥലം ഇന്ത്യയിൽ വേറൊരു തീരത്തുമില്ല. അതാണ് മുംബൈ പോർട്ട് ട്രസ്റ്റും കൊച്ചിൻ ഷിപ്പ്യാർഡ് നടത്തിയ പഠനങ്ങൾ അന്നേ 2008 വെളിപ്പെടുത്തിയത്. അപ്പൊ ഇനി പഠനത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി വേണ്ടത് എന്താണ്? കേന്ദ്രത്തിന്റെ പരിസ്ഥിതിക മന്ത്രാലയം ഉൾപ്പെടെയുള്ള കേന്ദ്രത്തിന് അനുമതികൾ വേണം, ഫണ്ടിങ് വേണം. അല്ലെ ഫണ്ടിങ്ങിന് ആൾക്കാരെ കണ്ടെത്തണം, കേന്ദ്രവും കേരളവും. എങ്കിൽ മാത്രമേ പൂവാറിലെ കപ്പൽ നിർമ്മാണശാല യാഥാർത്ഥ്യമാകും. ഇപ്പൊ എന്താ ഏറ്റവും ഒടുവിലത്തെ ഒരു സന്തോഷകരമായ വാർത്ത? അതുകൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കുക. അതായത് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് ഈ മെയ് മാസത്തിൽ വിഴിഞ്ഞത്ത് വരികയാണ്. ഇതിൽ പരം നമുക്ക് സന്തോഷിക്കാൻ വേറെന്തുണ്ട്? ഇത് ആഘോഷിക്കണ്ടേ, സന്തോഷിക്കണ്ടേ? പരസ്പരം കുറ്റം ഇരുന്നിട്ട് കാര്യമുണ്ടോ? ആരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് നേടാൻ പറ്റും? പരസ്പരം സഹകരിക്കുക, കേരളത്തെ മുന്നോട്ട് വികസന കുതിപ്പിലേക്ക് നയിക്കുക. അത് മാത്രമേ ഉള്ളൂ മാർഗം. അപ്പോ MSCയുടെ ഐറിന ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പാണ്. അതിന്റെ കപ്പാസിറ്റി 24,346 TEU ആണ്. അതായത് 24,346 കണ്ടെയ്നറുകൾ കയറ്റി വരുന്ന കപ്പലാണ് മെയ് മാസത്തില് വിഴിഞ്ഞത്ത്, ദ പോർട്ട് ഓഫ് ട്രിവാൻഡ്രം അറ്റ് വിഴിഞ്ഞത്ത് എത്താൻ പോകുന്നത്. അതിന്റെ തൊട്ടടുത്ത് പൂവാർ. അപ്പൊ നമ്മുടെ സാധ്യതകൾ അനന്തമാണ്. അപ്പൊ ഈ ഒരു സന്തോഷ വാർത്ത കൂടി ഇവിടെ നമ്മൾ പങ്കുവയ്ക്കുകയാണ്. അപ്പൊ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പല്, കണ്ടെയ്നർ ഷിപ്പിന് വരെ വന്നെടുക്കാവുന്ന തുറമുഖമായി വിഴിഞ്ഞം ഇപ്പൊ തന്നെ, അതായത് അൾട്രാ ലാർജ് ഷിപ്പാണിത്. ഇപ്പൊ തന്നെ അൾട്രാ ലാർജ് ഷിപ്പ് പലതും വിഴിഞ്ഞത്ത് വന്നു പോയിട്ടുണ്ട്. ഇത് ലോകത്തെ ഏറ്റവും വലുത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ നമുക്ക് മുന്നോട്ട് പോകാം, നമുക്ക് പലതും ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് ഒരു കൊച്ചു കേരളത്തിലൊരു സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല. ഈ രാജ്യം ഭരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ വേണം, നിക്ഷേപകർ വരണം. അത് സ്വദേശീയരോ വിദേശീയരോ ആരൊക്കെ വന്നാലും കുഴപ്പമില്ല. എങ്കിൽ മാത്രമേ ഇത് യാഥാർത്ഥ്യമാകൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.